കളങ്കാവില് റിലീസിന് ഒരുങ്ങാണ്. കൂട്ടൻ കവാടൊക്കെ കെട്ടി സെറ്റായി കഴിഞ്ഞല്ലേ? അപ്പോൾ ഞങ്ങൾ തൃശ്ശൂർ ടൗൺ കമ്മിറ്റി കളങ്കാവിലെ വരവേൽക്കാനായിട്ട് ഞങ്ങൾ ഒരുങ്ങി. ഡിസംബർ 5-നാണ് പടം. രാവിലെ 9:30-ക്കാണ് ആദ്യത്തെ ഷോ. സാധാരണ ഇപ്പം 5-ാം തീയതിയാണ് റിലീസ്. ഇതിപ്പോൾ 4-5 ദിവസം മുന്നേ തന്നെ എല്ലാ ഒരുക്കങ്ങളും നിങ്ങൾ അപ്പം അത്രത്തോളം കോൺഫിഡൻ്റ് ആണ് ഈ പടം വിജയിക്കുന്നത്? അല്ല, പടത്തിൽ പ്രതീക്ഷയുണ്ട്. അതിലുപരി തിയേറ്ററിലെ എണ്ണം കൂടുന്നുണ്ട്. അപ്പോൾ ഓരോ തിയേറ്ററിൻ്റെ പണികൾ ഓരോ ദിവസം മുന്നേ തീർത്ത് വെച്ചാൽ നമുക്ക് തലേദിവസം അധികം പണികളില്ലാണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യാലോ. അതുകൊണ്ട് കൂടിയായിട്ടാണ്. എനിക്ക് തോന്നുന്നു ഈ മമ്മൂക്കാണെങ്കിലും പടത്തിൻ്റെ കുറുവാണെങ്കിലും ഭയങ്കര കോൺഫിഡൻസിലാണ്. ഇപ്പോൾ ബുക്ക് മൈ ഷോയിൽ രാഗത്തിന് എടുത്ത് നോക്കിയപ്പോഴും ഒറ്റ ടിക്കറ്റ് പോലും ഇല്ല. അതിനർത്ഥം അല്ല, അത് മാത്രമല്ല, ജനങ്ങൾക്ക് ഭയങ്കര പ്രതീക്ഷ ഉണ്ട് ഈ സിനിമ. ഭയങ്കര അല്ല, അങ്ങനെ ഒരു മാസ് പടം ആഘോഷ സിനിമയല്ല. പക്ഷെ മമ്മൂക്കാടെ അഭിനയം നമുക്ക് ആഘോഷിക്കാലോ, അല്ലെ? ആഘോഷിക്കാം. അതിലുപരി ഇന്ന് വരെ 430 സിനിമയിൽ കാണാത്തൊരു മമ്മൂക്കാനെ കാണാനാണ് ഞാൻ ഡിസംബർ 5-ന് ഇങ്ങോട്ട് വരുന്നത്. അത് വിട്ടിറങ്ങുമ്പോൾ അല്ല, അങ്ങനെ വിസില അഭിനയത്തിലും കൈയടിച്ച് വിസിലടിക്കലൊക്കെ നമുക്ക് ചെയ്യാലോ. മാസ് കാണിക്കലും മാത്രമല്ലല്ലോ, അടിക്കുക, മറ്റുള്ളവരെ ഡയലോഗ് പഞ്ചിടായില്ല. ആക്ടിങ്ങിലും കൈയടിച്ചിട്ടുണ്ടല്ലോ നമ്മള്. ഒരുപാട് അഭിനയത്തിൽ കൈയടി മാസ് കാണിച്ച ആളാ മമ്മൂക്ക. അത് നമ്മളാളെ സിനിമയുടെ ഇത് നോക്കിയാൽ മനസ്സിലാവും നമ്മള്. ഇത് മമ്മൂക്കും വിനായകനും നേർക്കുന്നതിൽ ഒന്നിങ്ങനെ ഒരു പടാ. മമ്മൂക്കയില് പ്രതിനായകനാവോ നായകനോ ഫാൻസ് എങ്ങനെയാ? അല്ല, അത് മമ്മൂക്ക ഇന്നലെ ഡിക്ലെയർ ചെയ്യല്ലോ പ്രതിനായകൻ എന്നുള്ളത്. അതിലിനി ഒരു കൺഫ്യൂഷൻ ഒന്നുമില്ല. നായകൻ വിനായകൻ തന്നെയാണ്, അതിലൊരു മാറ്റവും ഇല്ലല്ലോ. വിനായകന് മുന്നിൽ എന്തെങ്കിലും അല്ല, എന്തായാലും രണ്ടുപേർക്ക് 2 തരത്തിലുള്ള റോളല്ലേ. എല്ലാവരും നന്നാവട്ടെ, സിനിമ ടോട്ടൽ നന്നാവട്ടെ, പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടട്ടെ, അതൊക്കെയാണ് നമ്മുടെ. അല്ലാതെ എല്ലാവരും കൂടി നന്നായാലല്ലേ സിനിമ നന്നാവുള്ളൂ. അല്ല, മിക്ക പടങ്ങളിലും നടനാണല്ലോ ഏറ്റവും അവസാനം വിജയിക്കേണ്ടത്. ഇതില് പ്രതിനായകനാണ് മമ്മൂക്ക. അല്ല, നന്മ ജയിക്കുന്നില്ലാണ് അദ്ദേഹം ഇന്നലെ പറഞ്ഞത്. നന്മയും തിന്മയും തമ്മിൽ യുദ്ധമാണിത്. അതിന് നന്മയല്ലേ ജയിക്കേണ്ടത്. തിന്മ ജയിച്ച എന്താ കാര്യം? അത് സമൂഹത്തിന് നമ്മൾ കൊടുക്കുന്ന മോശപ്പെട്ടൊരു മെസ്സേജ് അല്ല. അപ്പൊ എന്തിരുന്നാൽ പോലും നന്മ ജയിക്കുന്നതാണ് നമ്മൾ കരുതുന്നത്. ഇത് ബ്രഹ്മയുഗം പോലൊരു ഭയങ്കര പെർഫോമൻസ് സിനിമയാണ്. അല്ല, ആ സിനിമയായിട്ട് തീർത്തും ഒരിക്കലും ബന്ധമില്ലാത്തൊരു അതിനാണ്. അത് എത്രയോ കാലഘട്ടത്തിൽ നടന്നൊരു കഥയാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയാണ്. ഇത് നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലുള്ള കഥയാണ്. പക്ഷെ അതിൽ കണ്ട മമ്മൂക്ക നമുക്കിൽ കാണാൻ കഴിയില്ല. പിന്നെ സിനിമ കാണുന്ന മമ്മൂക്ക പടം എന്നുള്ള രീതിയിൽ വരുമ്പോൾ അവിടെ ക്യാരക്ടർ ഉണ്ടാവുള്ളൂ. മമ്മൂക്കാനെ തിരശ്ശീൽ കാണില്ല. പല സിനിമകളും നോക്കിക്കോളൂ, നമ്മൾ ഒരിക്കലും മമ്മൂക്കാനെ കാണില്ല. അത് ക്യാരക്ടറായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളൂ. ഉണ്ടാവില്ലല്ലോ. ഉണ്ടായത് തന്നെ നമുക്ക് പറയാം, മമ്മൂട്ടിയല്ലേ ചെയ്തെന്ന് ചോദിക്കില്ലേ. മമ്മൂക്കയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഓരോ കഥാപാത്രം ചെയ്യുമ്പോൾ രൂപം കൊണ്ടെങ്കിലും ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ ശബ്ദം കൊണ്ട് ഡയലോഗ് ഡെലിവറി, അല്ലെങ്കിൽ രൂപം കൊണ്ട് അഭിനയം കൊണ്ടോ ഒക്കെ. അത് നമ്മളിപ്പോഴും ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഇന്ത്യൻ സിനിമയിൽ ഒരു നടൻ്റെ അഭിനയത്തിനെ കുറിച്ചിട്ട് ചർച്ച ചെയ്യുന്നത്. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഡയറക്ടറും അതേമാതിരി തന്നെ സ്ക്രിപ്റ്റ് റൈറ്ററും ചർച്ച ചെയ്യുന്ന നടൻ ഇപ്പോഴാരുള്ളത് ഇന്ത്യയിൽ? അതുപോലെ എനിക്ക് ചോദിക്കാനുള്ളത്, മറ്റുള്ള എല്ലാ നടന്മാർക്കും ആഘോഷിക്കാനുള്ള അല്ലെ കൈയടിക്കാനുള്ള നടൻ ചാടിടിക്കുണ്ടാവും, ഡാൻസ് ഉണ്ടാവും. മമ്മൂക്ക ഫാൻസിന് മമ്മൂക്ക സെലക്ട് ചെയ്യുന്ന അങ്ങനത്തെ ചിത്രങ്ങളാണ്. അതിലൊരു വിഷമം തോന്നാറുണ്ടോ? അല്ല, ആഘോഷ സിനിമയും വേണം. ഞാൻ താരവും നടനായിട്ട് ബാലൻസ് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ സത്യം പറഞ്ഞാൽ കണ്ണൂർ സ്കോഡ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അത്തരത്തിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ പടം. അതൊരു ഫാൻസ് പടമായിട്ട് പല സീനിലും നമുക്ക് കൈയടിക്കാനും പരിപാടിയൊക്കെ ആയിട്ടുള്ളൊരു സംഭവം ഉണ്ടാവും. അതുപോലെ ഭീഷ്മോറം നമ്മളെ കൈയടിച്ച പടമല്ലേ. അവർക്ക് ആഘോഷപ്പടങ്ങൾ നമുക്ക് തരുന്നുണ്ടെന്ന്. അതിലുപരി തന്നെ അല്ല, എനിക്ക് പേഴ്സണലി വിഷമില്ല. എൻ്റെ ഇതല്ല ഉണ്ടായിരിക്കാൻ ഫാൻസില്ല. എൻ്റെ കാര്യം ഞാൻ പറയാം. പേഴ്സണലായിട്ട് പറഞ്ഞാൽ എനിക്ക് എക്കാലത്തും മികച്ച കഥാപാത്രങ്ങൾ അത് ഇനി എത്ര കൊല്ലം കഴിഞ്ഞാലും നമുക്കത് പറയും ഇങ്ങനൊരു സിനിമ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ പല സിനിമകൾ നമ്മൾ അതല്ലേ പറയണേ. ഇപ്പം കാതൽ നമ്മൾ ചർച്ച ചെയ്യുന്ന എന്തുകൊണ്ട് നൻപകൾ നേരത്തെ മയക്കം. ഇപ്പം നമ്മളെന്ത് വിരമയോഗത്തിനെ ചർച്ച ചെയ്ത് നമ്മൾ അതിലെന്താണ് മാസാണ് എന്ന് വരെ കാണാത്തൊരു മമ്മൂക്കാനെ നമ്മൾ അതാണ് ഞാൻ പേഴ്സണലായിട്ട് ഞാൻ ഇഷ്ടപ്പെടുന്നത്. മമ്മൂക്കാനെ അങ്ങനത്തെ ഇതിലാണ്. ഇന്ന് വരെ കാണാത്ത മമ്മൂക്കാനെ ഓരോ സിനിമയിൽ കാണാം. പിന്നെ തീർച്ചയായിട്ടും അത് മമ്മൂക്കാട് ഇത്തരം സിനിമകൾ ഭയങ്കര. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇതിപ്പോൾ കേരളത്തിലെ ബുക്കിംഗ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഇത് മമ്മൂക്കാട് അല്ല, മമ്മൂക്കാട് ആരാധകരല്ല. ഇത് എല്ലാ ടിക്കറ്റ് എടുത്തിട്ടുള്ളത് കേരളത്തില്. ഇത് മമ്മൂക്ക 45 കൊല്ലമായിട്ട് സമ്പാദിച്ച ആരാധകരാ, സംഘടനാപരമായിട്ടുള്ള ആരാധകരല്ലാന്ന്. അല്ലാതെ അല്ല. അപ്പൊ നമുക്കറിയാലോ, ഇപ്പൊ ഒരു ഷോയല്ലേ ഫാൻസിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. സെക്കൻഡ് ഷോ രാഗത്തിനും ജോസിനും പുള്ളിനോട് അടുത്തല്ലോ. അത് ഫാൻസാര് ചെയ്യണത്. 750 ആൾക്കാർ കയറുന്ന രാഗത്തില് സെക്കൻഡ് ഷോ പുള്ളിലേക്ക് എടുക്കുന്നത്. 300 പേര് കയറുന്ന ജോസില് പുള്ളിനോട് എടുക്കുന്നു. ഇത് ആരാധകരല്ലല്ലോ. ഇത് ഈ ഡേറ്റ് നോക്കി അല്ലെങ്കിൽ അവർ 3 മണിക്കൂർ സമയം അവർ കളഞ്ഞ് അതിൻ്റെ ഉപരി 250 രൂപ ചിലവാക്കി വന്ന് സിനിമ കാണാൻ. ഈ സിനിമയിൽ അവർ കാണുന്ന എന്തിനാ പ്രതീക്ഷിച്ചു വരാൻ മമ്മൂക്ക എന്നുള്ളൊരു
നടനെ നമുക്ക് ഇതിൽ കാണാം എന്നുള്ള ഒരു ഇതിലാണ് അവരൊക്കെ പ്രതീക്ഷിച്ചു തന്നെ. നമുക്ക് ഇന്നലെ വ്യക്തമാക്കിയോ എല്ലാ കാര്യങ്ങളും പറഞ്ഞല്ലോ. ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് എന്നോട് ദേഷ്യം വരാം, എന്നെ ഇഷ്ടപ്പെടില്ല. പക്ഷെ പടം വിട്ടിറങ്ങുമ്പോൾ നിങ്ങൾക്ക് ഈ കഥാപാത്രത്തിന്റെ തിയേറ്ററിൽ നിന്ന് കളയാൻ പറ്റില്ല, നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്നും നിങ്ങൾ ചർച്ച ചെയ്യും. ആ തീർച്ചയായിട്ടും. അതെന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം ഈ കാലഘട്ടത്തിൽ കൊണ്ടുവന്നിട്ട് ഇത്ര ആൾക്കാർ കാണാമെന്ന് പറഞ്ഞ വലിയ കാര്യമില്ലേ. അതിനൊരു സംസ്ഥാന അവാർഡ് കിട്ടി, ഇപ്പൊ ദേശീയ അവാർഡ് മത്സരത്തിൽ ആ സിനിമ ഉണ്ട്. കിട്ടില്ല നമുക്കറിയില്ല. അപ്പൊ അതും കൂടി കിട്ടിയപ്പോ അതിന് സന്തോഷല്ലേ. അടുത്തൊരു ദേശീയവാണുള്ള ഒരു ഇതും കൂടി ആവും ഇതൊന്നും. അല്ല, എക്കാലത്തും മത്സരത്തിന് ഈ ഒരു ഭാഗത്ത് നമ്മുടെ ആൾ ഉണ്ടാവും എന്ന് ഉറപ്പ്. മറുഭാഗത്ത് ആരെങ്കിലും നമുക്ക് വിഷയമില്ല, നമ്മളുണ്ടാവണം. കിട്ടാതിരിക്കാൻ നമുക്കൊരു വിഷയമല്ല. പക്ഷെ ഒരു സൈഡിൽ ആളുണ്ടാവണം. അതെക്കാലത്തും നിൽക്കണം എന്നൊരു ആഗ്രഹം. അപ്പൊ അടുത്ത കൊല്ലം നമ്മൾ അടൂർ ഗോപാലകൃഷ്ണൻ സാറിന്റെ സിനിമ തുടങ്ങുകയാണ്. അപ്പൊ ആ സിനിമ ഈ കാലഘട്ടത്തിൽ കുട്ടികളെ എത്രമാത്രം ഫസ്റ്റ് ഡേ വരും നമുക്ക് ഏറെ ചില മാറ്റങ്ങൾ ഉണ്ടാവാം. ആളുകളിപ്പോൾ ഒന്നായിരിക്കാം. അത് തിയേറ്റർ റിലീസ് തന്നെ ആവണം എന്നാണ് നമ്മുടെ ആഗ്രഹം. എല്ലാവിധ ആശംസകളും. വമ്പൻ ഹിറ്റ് ഔട്ടായി, കൂട്ടുകാർ കട്ട് ഔട്ട് പോലെ തന്നെ. നന്ദി, താങ്ക് യു.